ഹായ് ഫ്രണ്ട്സ്, +1 ക്രിസ്മസ് എക്സാം തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. സമയമുണ്ട് പഠിക്കാൻ. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇപ്പോൾ മുതൽ ശ്രദ്ധിക്കൂ, ഈ നിമിഷം മുതൽ ശ്രദ്ധിക്കൂ. നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ക്രിസ്മസ് എക്സാം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും വരുന്ന ടെർമിനൽ എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചൊന്ന് ഒരു ക്വിക്ക് റിവിഷനിലേക്ക് പോകാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യത്തെ 5 ചാപ്റ്ററുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കറിയാവുന്നതാണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മുഴുവനായും തെറ്റാതെ മിനിമം ഒരു 6-7 പോയിൻ്റെങ്കിലും പഠിച്ചിട്ട് പോവുക. പിന്നെ ആ ചാപ്റ്ററിൽ ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂരൽ നൗൺ, അതൊക്കെ ഉണ്ട്. എങ്കിലും പ്രധാനപ്പെട്ടത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയുടെ ഡിഫറൻസസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടിയുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, ഒരു നല്ല ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ടതാണ്. 2 തവണ വായിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. പിന്നെ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, പ്രാഥമിക ദത്തശേഖരണത്തിൻ്റെ വഴികൾ ഏതൊക്കെയാണ്, മെത്തേഡുകൾ ഏതൊക്കെയാണ്. അതിൽ പ്രധാനമായും ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും 2 തവണയൊന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ഒബ്സർവേഷൻ മെത്തേഡും പാർട്ടിസിപ്പൻറ്റ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷനൊക്കെ നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. പിന്നെ പൈലറ്റ് സർവേ എന്താണ് എന്ന്, പൈലറ്റ് സർവേ ഒരു പ്രീ സർവേ, ഒരു പ്രീ ടെസ്റ്റ് ആണെന്നറിയാം, ഒരു ട്രൈ ഔട്ട് ആണെന്നറിയാം. 1 മാർക്കിനെങ്കിലും അത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യും, അതിന് എന്തുകൊണ്ടത് ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ടെന്ന് ചോദിക്കും, അതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ ആണ്. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമാണ് സാമ്പിളിംഗ് എറർ. സാമ്പിൾസിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് സ്റ്റഡി നടത്തുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ സാമ്പിളിംഗ് എറർ ഓർക്കുക, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഓർക്കുക. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഓർക്കുക. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ ശ്രദ്ധിക്കുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയുടെ ഡിഫറൻസസും ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. സെക്കൻഡ് ചാപ്റ്റർ നല്ല പ്രാധാന്യമുള്ളതാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ് വരുന്നത്. വളരെ സിമ്പിളായൊരു ചാപ്റ്ററാണ്, അതേസമയം കുറച്ച് മാർക്കിൻ്റെ വെയിറ്റേജ് ഇവിടെയും വരുന്നുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓർക്കുക. ഡാറ്റ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന്. ജിയോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കണ്ടിന്യൂസ് വേരിയബിൾ വരുന്നുണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്, ഡാറ്റയെ നമ്മൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പം ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ് ഉണ്ട് എന്നറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിന് നമ്മൾ സാധാരണ സിംഗിൾ അറേ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സിംഗിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോൾ ഫ്രീക്വൻസി അറേ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും കൂടി അവിടെ വരും. ഡാറ്റയും അത് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് എന്നുകൂടി വരും. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ നമുക്കറിയാം ക്ലാസ് വൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഒരു കണ്ടിന്യൂസ് ക്ലാസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ തയ്യാറാക്കും, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ ക്ലാസ് ലിമിറ്റ് ഉണ്ട്, ക്ലാസ് ഇൻ്റർവൽ ഉണ്ട്, ക്ലാസ് വിഡ്ത്ത് ഉണ്ട്, മിഡ് പോയിൻ്റ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഹൗ ടു പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ക്ലാസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ നമ്പർ ഓഫ് ക്ലാസ്സസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്ലാസ് ലിമിറ്റ്, അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഏതായിരിക്കണം, ക്ലാസ് ഇൻ്റർവൽ എത്രയായിരിക്കണം എന്നൊക്കെ, ക്ലാസ് ഇൻ്റർവൽ എത്രയായിരിക്കണം, ക്ലാസ് ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ്സസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്താണ്, ഇൻക്ലൂസീവ് ക്ലാസ് എന്താണ്, അതിൻ്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്, ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ് ലോവർ ലിമിറ്റ് തമ്മിലുള്ള ബന്ധം എന്താണ്, ഹൗ ടു പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഒക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ്സിന് എക്സ്ക്ലൂസീവ് ക്ലാസ്സിൻ്റെ എക്സ്പ്ലനേഷനും എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ടാലി മാർക്ക്. ഞാൻ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണെങ്കിൽ,
ഒന്നാമത്തേത് ഒരു 30-40 അല്ലെങ്കിൽ 50 ഡാറ്റ തന്നിട്ടൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെ തയ്യാറാക്കാം, ഒരു ടാലി മാർക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. അതിനുള്ള സൂത്രമൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ടീച്ചേഴ്സ്, അത് ഓർത്ത് വെക്കുക. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് ഇത് വരാം. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ്സസിൻ്റെ ഉദാഹരണം ഓർത്ത് വെക്കുക. അതിനെ എങ്ങനെ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവായി കൺവേർട്ട് ചെയ്യുക. ഈ 2 ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒരു വേരിയബിൾ മാത്രമുള്ളതാണ് യൂണിവേരിയേറ്റ് സിംഗിൾ, രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ ബൈവേരിയേറ്റ്, അല്ലെങ്കിൽ അതുപോലെ 2ൽ കൂടുതലുണ്ടെങ്കിൽ മൾട്ടിവേരിയേറ്റ് എന്ന രീതിയിൽ നമുക്ക് കാണാം. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 വേരിയബിൾ. ഇപ്പോൾ സപ്പോസ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ അവർ ക്ലാസ്, അത് 2 വേരിയബിൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. അപ്പോൾ അതേപോലെയുള്ളതാണ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ടാലി മാർക്ക് ഇട്ടിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ, ടാലി പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഇട്ടോളൂ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസ് ലിമിറ്റ് ഏതാണ്, ക്ലാസ് ഇൻ്റർവൽ ഏതാണ്, എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് തന്നെ ആക്കണം, ഇൻക്ലൂസീവ് ആണ് ഇൻക്ലൂസീവ് തന്നെ ആക്കുക. ക്ലാസ് ഇൻ്റർവെൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സ്ക്ലൂസീവിന് ഇൻക്ലൂസീവിലും ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവാക്കി മാറ്റുന്ന കൺവേർഷനും നമ്മൾ ഓർത്ത് വെക്കുക. കുറച്ച് പ്രാധാന്യമുള്ള ചാപ്റ്റർ തന്നെയാണിത്. 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. പ്രസൻറ്റേഷൻ തന്നെ ഡാറ്റയെ നമുക്ക് പല വിധത്തിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റിൽ ഓർ വെർബൽ പ്രസൻറ്റേഷൻ ഉണ്ട്, ടേബിൾ ഫോമിൽ ടാബുലർ പ്രസൻറ്റേഷൻ ഉണ്ട്, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടേബിൾ പ്രസൻറ്റേഷനിലേക്ക് വരുമ്പോൾ ക്വാളിറ്റേറ്റീവ് ടേബിൾ, ക്വാണ്ടിറ്റേറ്റീവ് ടേബിൾ, ടെമ്പറൽ, സ്പേഷ്യൽ എന്ന രീതിയിൽ 4 ടേബിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ വേറെ ക്വസ്റ്റ്യൻ ടാബുലർ പ്രസൻറ്റേഷൻ ശ്രദ്ധിക്കേണ്ടത് പാർട്സ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ടേബിൾ നമ്പർ, ടൈറ്റിൽ എന്ന് തുടങ്ങുന്ന ടേബിളിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓർത്ത് വെക്കുക. സിമ്പിൾ, 2 തവണ വായിച്ചാൽ മതി. പിന്നെ നമ്മൾ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ജോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ഓർക്കുക. നമ്മൾ ജോമെട്രിക് ഡയഗ്രത്തിലേക്ക് വരികയാണെങ്കിൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം ഓർക്കുക. ബാർ ഡയഗ്രാം തന്നെ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണൻ്റ് ബാർ ഡയഗ്രാം. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡയഗ്രത്തിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ അവിടെ ഓർക്കേണ്ട ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്. ഇതിലേതും ചോദിക്കാം. ഹിസ്റ്റോഗ്രാമിന് വളരെ പ്രാധാന്യമുള്ള ചില എക്സാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോമെട്രിക് ഡയഗ്രത്തിൽ പൈ ഡയഗ്രം ചോദിക്കുന്നത്, പൈ ഡയഗ്രം വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിസ്റ്റോഗ്രാം ശ്രദ്ധിക്കണം. ഒജീവ്, ലെസ് ദാൻ ഒജീവൻ, മോർ ദാൻ ഒജീവ് ഉണ്ട്. രണ്ടും ചേരുമ്പോഴേ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് ഒരു ഡയഗ്രം ഷുവറായിട്ടും വരും. ചിലപ്പോൾ 2 ഡയഗ്രം വന്നേക്കാം. ഒജീവ് വരച്ചിട്ട് മീഡിയൻ കാണുന്നതും വന്നേക്കാം, അതുപോലെ പൈ ഡയഗ്രവും വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ബാർ ഡയഗ്രം ആയിരിക്കും ചോദിക്കുന്നത്. ഹിസ്റ്റോഗ്രാം കഴിഞ്ഞ +1 വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം, ഇപ്പോൾ +2 പഠിക്കുന്നവരുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ബാർ ഡയഗ്രാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മുൻ വർഷങ്ങളിൽ ഒത്തിരി പൈ ഡയഗ്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒജീവും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഗ്രാഫ് സിമ്പിളാണ്. ജസ്റ്റ് ഒരു 2 ടൈംസ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ വളരെ വളരെ പ്രധാനപ്പെട്ട എസ്എ ക്വസ്റ്റ്യൻ. എസ്എ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം തന്നെ പറയാം. ഒരു കണ്ടിന്യൂസ് ക്ലാസ് തന്നിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ, മോഡ്. മീൻ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിച്ചാൽ 3 മാർക്ക്, മീഡിയൻ കണ്ടുപിടിച്ചാൽ 3 മാർക്ക്, മോഡ് കണ്ടുപിടിച്ചാൽ 2 മാർക്ക്, അങ്ങനെ മൊത്തം 8 മാർക്ക്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്റർ ഷുവർ ഒരു എസ്സേ വരുന്നു, കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ, മോഡ്. ഇത്രയാണ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നത്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ് ഓർത്ത് വെക്കുക. ഗ്രാഫിൻ്റെ കാര്യത്തിൽ പൈ ഡയഗ്രം ഓർക്കൂ, ഒജീവ് ഓർക്കൂ, ഹിസ്റ്റോഗ്രാം ഓർക്കൂ, ബാർ ഡയഗ്രം ഓർക്കൂ. 3ാമത്തെ ചാപ്റ്റർ വരുവാണെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ടാലി മാർക്ക് ഇട്ടിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ്സസിനെ കുറിച്ചും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പഠിച്ചു വെക്കൂ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റനെയർ. അതേപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റനെയർ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയുടെ ഡിഫറൻസസ്. ഇനി ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ ചെറിയൊരു ക്വസ്റ്റനാണ് സാധ്യത. ചിലപ്പോഴത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കാം. വാട്ട് ആർ ദ കോസസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇന്ത്യൻ അഗ്രികൾച്ചർ, റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ, ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്ത്യൻ ട്രേഡ്, ഈ കാര്യങ്ങളിലെ ഇതിനെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള ഒരു 2 or 3 മാർക്സിൻ്റെ ക്വസ്റ്റനും ആവാം. പലതവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓർത്ത് വെച്ചോളൂ. വളരെ സിമ്പിളാണ്, ഒരിക്കൽ വായിച്ച് നോക്കിയാൽ മതി. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ സബ്സിഡിയെക്കുറിച്ചൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ സബ്സിഡി ആർഗ്യുമെൻറ്റ്സ്
ഫേവർ അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ഓർത്ത് വെക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായങ്ങളുടെ ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, താരീഫ്, കോട്ട, ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഫസ്റ്റ് ചാപ്റ്റർ ഒരു 3 മാർക്കിൻ്റെ, സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ വലിയ മാർക്കിൻ്റെ വെയിറ്റേജിന് സാധ്യതയില്ല. ഗ്രീൻ റവല്യൂഷൻ ഗുണങ്ങളും ദോഷങ്ങളും പ്രത്യേകം ഓർക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഗുണങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സബ്സിഡിയെക്കുറിച്ചൊക്കെ ഓർത്തു വെക്കേണ്ടതാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി, മൂന്നാമത്തെ ചാപ്റ്റർ എസ്സേക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ ഡിഫറെൻറ്റ് സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതേപോലെ തന്നെ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതേ ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സ്, ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ലിബറലൈസേഷനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അതുമാത്രം ഒരു എസ്സേ വരാം, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ചേർത്തിട്ടും വന്നേക്കാം. പ്രൈവറ്റൈസേഷൻ, അതർ നെയിംസ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഡീനാഷണലൈസേഷൻ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഗ്ലോബലൈസേഷനിലെ ഔട്ട്സോഴ്സിങ് പ്രത്യേകം ഓർത്ത് വെക്കുക. ലാസ്റ്റ് ഈ ന്യൂ ഇക്കണോ പോളിസി ഇന്ത്യൻ ഇക്കോണമിയിൽ വരുന്നത്, ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് റിഫോം ആൻഡ് അസസ്മെൻറ്റ്, ഒരു ഇവാലുവേഷൻ എത്രമാത്രം ബാധിച്ചു. എന്തായാലും ഇന്ത്യൻ ഇക്കോണമി മൂന്നാമത്തെ ചാപ്റ്റർ എസ്സേക്ക് സാധ്യതയുള്ള ചാപ്റ്ററാണ്. നന്നായിട്ടത് പഠിച്ചോളൂ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ എസ്സേയുടെ ഒരു മാർക്ക്. അതുകൊണ്ട് എസ്സേയുടെ ഒരു 1/2 മാർക്ക് പോലും കുറയരുത്. നാലാമത്തെ ചാപ്റ്റർ പോവർട്ടിയാണ്. മുൻകാലങ്ങളിൽ നിന്ന് പോവർട്ടിയുടെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരുന്നെങ്കിലും ഇപ്പോൾ 6 മാർക്ക് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നൊരു ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ ഒരു 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേയും വരാനായിരിക്കും സാധ്യത. അവിടെ പോവർട്ടി എന്താണ്, പോവർട്ടി ലൈൻ, പോവർട്ടിയുടെ കാരണങ്ങൾ, അതേപോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, അതും പ്രധാനമായിട്ട് പോയിൻറ്റ്സ് മനസ്സിലോർത്ത് എന്താണ് പ്രോഗ്രാമും, എവിടെയാണ്, റൂറൽ ഏരിയ ആണോ അർബൻ ഏരിയ ആണോ, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ആണോ അല്ല അൺഎംപ്ലോയിഡ് മാത്രമാണോ, അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. 5ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ നന്നായി ഓർത്ത് വെക്കുക, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയേക്കാം. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്, മൾട്ടി ഏജൻസി റൂറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്, നബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയൻ റൂറൽ ബാങ്ക് തുടങ്ങിയിരിക്കുന്ന ആ ഏരിയകളൊന്ന് നന്നായിട്ട് നോക്കിക്കോളൂ. ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളവരോട് ശ്രദ്ധിക്കേണ്ടതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ പല വിധത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ക്രോപ്സ്, അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ടു ആലിഡ് ആക്ടിവിറ്റീസ്, ഡൈവേഴ്സിഫിക്കേഷൻ നോൺ ഫാം ജോബ്സ്. ക്രോപ്സിലും ഉള്ളതും അതുപോലെ അലൈഡ് ആക്ടിവിറ്റീസിൽ വരുന്നത് ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ, അതൊക്കെയാണ്. ഹോർട്ടിക്കൾച്ചറായി ഏരിയ ശ്രദ്ധിക്കുമ്പോൾ പലതരത്തിലുള്ള ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, ഗോൾഡൻ റവല്യൂഷൻ, സിൽവർ റവല്യൂഷൻ, അതൊക്കെ ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് 1 മാർക്കിന് വന്നേക്കാം. അതുപോലെ അതർ ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഐ ടി റിലേറ്റഡ് ഇൻഡസ്ട്രീസ് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ സിമ്പിളാണ്, ഒരു 2 തവണ വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഒരു 2-3 മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു പ്രധാന സ്ട്രാറ്റജിയായ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അത് പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെച്ചോളൂ. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. പിന്നെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ, എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട, അതായത് ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ. ഓർഗനൈസ്ഡ് തന്നെയാണ് ഫോർമൽ സെക്ടർ, അൺഓർഗനൈസ്ഡ് ആണ് ഇൻഫോർമൽ സെക്ടർ. ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഫോർമൽ സെക്ടറിൻ്റെ സവിശേഷത, അതുപോലെ ഓർഗനൈസ്ഡ് രണ്ടും സെയിം ആണ്, അതുപോലെ അൺഓർഗനൈസ്ഡ്, ഇൻഫോർമൽ, അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കുക. അവിടെ ചില വേർഡ്സ്, സെൻറ്റൻസ് പ്രത്യേകം ഓർക്കണം. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, തൊഴിലാളികളുടെ അസംഘടിതവൽക്കരണം, കൂലിവേലവൽക്കരണം. അത് ഇന്ത്യൻ ഇക്കോണമിയിലുള്ള തൊഴിലവസരങ്ങളുടെയും തൊഴിലുള്ള പങ്കാളിത്തത്തിനും അനുസരിച്ചാണ് നമ്മൾ ഈ കാഷ്വലൈസേഷൻ, കൂലിവേലയിലേക്ക് ഉള്ള പങ്കാളിത്തം കൂടി വരുന്നത്. ഇഷ്ടം കൊണ്ടല്ല, മറ്റ് മേഖലകളിൽ കിട്ടാത്തത് കൊണ്ടാണ്. അതുപോലെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ടാണ് ഇൻഫോർമലൈസേഷൻ, അസംഘടിതവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്, വന്നു കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്. ചിലപ്പോൾ ചില തൊഴിലിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് കാറ്റഗറൈസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞേക്കാം. ഇത്രയുമാണ് ക്രിസ്മസ് എക്സാമിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസാണ് നിങ്ങളെ ഉറപ്പിച്ചത്. ഒരു ക്വിക്ക് ഫാസ്റ്റ് റിവിഷനായിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കൂ, നന്നായിട്ട് പഠിക്കൂ, മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കൂ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.